കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ 2 പ്രോപ്പർട്ടി നാട്ടിൽ വിൽക്കാൻ വേണ്ടി നടക്കുവാണ്. അത് വിൽക്കാൻ വേണ്ടി നടന്നപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. വേറൊന്നുമല്ല, നാട്ടിൽ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. പക്ഷേ വിൽക്കാൻ നേരത്താണ് മനസ്സിലാവുന്നത് നാട്ടിൽ ബയേഴ്സ് ഇല്ല. സത്യം പറയുവാണ്. ഇപ്പം ദുബായ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ദുബായിൽ ഏകദേശം 200+ നാഷണാലിറ്റീസ് ഉണ്ട്. ഇപ്പം ഇവിടെ എനിക്കൊരു പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ മാക്സിമം ഒരാഴ്ച മതി. പക്ഷേ നാട്ടിൽ ഞാൻ ഒരു മാസമായിട്ട് പോലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ചാനൽ കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല ഒരു ബയ്യറിനെയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിൻ്റെ പുറകെ നടക്കുവാണ്. വേറെ ഒന്നുമല്ല, പുള്ളിക്കാരൻ അവിടുത്തെ പ്രോപ്പർട്ടി ലിക്വിഡേറ്റ് ചെയ്തിട്ട് കാശ് ദുബായിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ്. സോ അതിൻ്റെ പുറകിലാണ് ഞാൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേറെ ഒന്നുമല്ല, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണെങ്കിൽ നാട്ടിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാതിരിക്കുക. നിങ്ങൾക്ക് കയറി താമസിക്കണം. ഇപ്പം നാട്ടിൽ പോകാൻ നേരത്ത് നിങ്ങളുടെ ഭാര്യയും മക്കൾക്കും എല്ലാവരുമായിട്ട് താമസിക്കാൻ വേണ്ടിയാണെങ്കിൽ ചെറിയൊരു പ്രോപ്പർട്ടി, അതും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണാതെ താമസിക്കാൻ വേണ്ടിയുള്ള ഒരു വീടെന്നുള്ള രീതിയിൽ മാത്രം അവിടെ ഒരു വീട് പണിയുക. വേറെ ഒന്നുമല്ല, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈമിൽ നമുക്കത് ലിക്വിഡേറ്റ് ചെയ്ത് കാശാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ലിക്വിഡേഷൻ നടക്കാൻ ഭയങ്കര പാടാണ്. വേറെ ഒന്നുമല്ല, ഇതൊരു കേസ് മാത്രമാണ്. ഇത് കണക്കുള്ള 100 കണക്കിന് കേസസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ വിറ്റുപോകാത്ത പ്രോപ്പർട്ടീസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ ദുബായ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ UK US ഒക്കെ ആയിരിക്കും, അവിടെയൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ താമസിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രം നാട്ടിലൊരു പ്രോപ്പർട്ടി നോക്കുക. നിങ്ങൾ ദുബായിൽ സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം.